ഇത് ഫിഷിംഗ് ഹാർബർ അഴീക്കൽ. രണ്ട് വലിയ ഫിഷിംഗ് ബോട്ടുകൾ നിറച്ച് മീനുമായി വരുന്നു. മുന്നേ വരുന്നത് ഭൈരവൻ, പുറകെ വരുന്നത് ശിങ്കാരവേലൻ. ശിങ്കാരവേലൻ ഭൈരവനെ ഓവർടേക്ക് ചെയ്യുന്നു. ചെറിയ ഫിഷിംഗ് ബോട്ട് വരുന്നു, കടൽമുത്ത്. കടൽമുത്ത് നിറച്ച് മീനുമായിട്ട് വരികയാണെന്ന് തോന്നുന്നു. നമുക്ക് നോക്കാം. സൈഡിൽ പാർക്ക് ചെയ്തു. 3 എഞ്ചിനാണ്, ഒരെണ്ണേ ഉപയോഗിക്കുന്നുള്ളൂ. 2 ഫ്രീ ആയിട്ട് വെച്ചിരിക്കുന്നു. എമർജൻസിയിൽ ഉപയോഗിക്കാനായിരിക്കും. കടൽമുത്ത്. കടൽമുത്ത് തൊഴിലാളികളെ ഇറക്കാൻ വന്നതാണ്. ഇറക്കിയിട്ട് അവർ തിരിച്ചു പോവുകയാണ്. ആ വലിയ ഫിഷിംഗ് ബോട്ടിൽ നിന്നുള്ള തൊഴിലാളികളെ കരക്കിറക്കാൻ വന്നതാണ്. അത് ഭൈരവനയിലെ സ്റ്റാഫുകളെ ഇറക്കാൻ വേണ്ടി വന്നതാണ്. ഞാനിവിടെ നിന്നുള്ളതല്ല, കൈനഗിരി. വള്ളം ഇവിടെ എന്ന് പറഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് വന്നുകൊണ്ടിരിക്കും. ഈ ഹാർബറിൻ്റെ പ്രത്യേകത ഇടതടവില്ലാതെ ഫിഷിംഗ് ബോട്ട് വന്നുകൊണ്ടിരിക്കും. വലിയ വലിയ ഫിഷിംഗ് ബോട്ടുകൾ പോയിട്ട് 1 മാസം കഴിഞ്ഞൊക്കെ നിറച്ച് മീനുമായിട്ട് വരുന്നതാണ്. ചിലപ്പോൾ ഉച്ചയ്ക്ക് വരും, ചിലപ്പോൾ വൈകിട്ട് വരും. കൂടുതലെണ്ണവും രാവിലെ വരും. അതുകൊണ്ട് ഏത് സമയത്തും ഇവിടെ മീനുണ്ട്. ഇപ്പോൾ 2 ഫിഷിംഗ് ബോട്ട് വന്നിട്ടുണ്ട് നിറച്ച് മീനുമായി. അവർ റൈറ്റ് സൈഡ് എൻഡിലേക്ക് പോയിട്ടുണ്ട്. അവിടെ കരക്കിറക്കാൻ വേണ്ടി പോയി. ചെറുതണ്ണം കടന്നു വരുന്നു വൃന്ദാവനം. നീർക്കാക്കകൾ മീൻ പിടിക്കുന്നു. അവിടെ ഇഷ്ടംപോലെ മീനുണ്ട്. ഇവിടെ ചൂണ്ട കിട്ടുന്നവർക്കും ഇഷ്ടംപോലെ മീൻ കിട്ടുന്നുണ്ട്. വലിയ 2 ഫിഷിംഗ് ബോട്ടുകളോട് കടന്നു വരുന്നു. മുന്നേ വരുന്നത് കടപ്രാൻ. പുറകെ ദൂരെ നമ്മുടെ വരുന്നുണ്ട്. കടപ്രാൻ കടന്നു വരുന്നു. കടപ്രാൻ ഒരു ബോട്ടിൻ്റെ വെട്ടയ്ക്ക് വേറെ 2 ബോട്ടുകളും കൂടെ വരുന്നുണ്ട്. 2 കുഞ്ഞു ബോട്ടുകളും ഒരു വലിയ ബോട്ടും. വലിയ ബോട്ടിൻ്റെ പേര് ഇന്ദ്രനീലം. പുറകെ വീണ്ടും വലുത് വരുന്നുണ്ട്. 1, 2, 3 വലുതും കൂടെ വരുന്നുണ്ട്. ഈ വരുന്നത് ഇന്ദ്രനീലം. ഇവിടെ ഒരു ബോട്ട് റിവേഴ്സിൽ വരുന്നു. ഒരു മീൻ ഇറക്കിയിട്ട് തിരിച്ചു പോവുകയാണ്. ഇവർക്ക് ചെമ്മീനായിരുന്നു, ചെമ്മീൻ. ചെറിയ ടൈപ്പ് ഫിഷിംഗ് ബോട്ടാണ്, ഒത്തിരി വലുതല്ല. അവർ തിരിച്ചു പോകുന്നു.
ഇവിടെ ഫ്രണ്ടായിട്ടുള്ള കൊക്ക് കരയ്ക്കിറങ്ങി. ഇന്ദ്രനീലം താണ്ട പോണു. അടുത്ത ആൾ വരുന്നു, സർവേശ്വരൻ. ഏകദേശം 20 പേരൊക്കെ ഉണ്ട് ഒരു ഫിഷിംഗ് ബോട്ടെ തൊഴിലാളികൾ. അടുത്തത് വരുന്നു കതിരേശൻ. എല്ലാം നിറച്ച് മീനുമായിട്ടാണ്, കൂടുതലും അയിലയാണ്. ഇത് ഹരേ കൃഷ്ണ, ചെറിയ ബോട്ടാണ് ഹരേ കൃഷ്ണ. വീണ്ടും ഒരു ചെറിയ ബോട്ട് വരുന്നുണ്ട്. വീണ്ടും ദൂരെ ഒരു വലുത് വരുന്നുണ്ട്. വലുതിൻ്റെ പേര് തറവാട്. കാണാൻ ഭംഗിയുള്ള ബോട്ടാണ്. തറവാട് പോകുന്നു, കടന്നു പോകുന്നു. വീണ്ടും ഒരെണ്ണം കൂടെ വരുന്നുണ്ട്. ഇത് പാട്ടത്തിൽ ഭഗവതി. നല്ല ലുക്കുണ്ട്. എല്ലാവരും നീല കളറാണ്. എനിക്ക് തോന്നുന്നു സർക്കാരിൻ്റെ നിയമമാണെന്ന് തോന്നുന്നു നീല പെയിൻ്റ് അടിക്കണമെന്ന്. കടലിന് നീല ആയതുകൊണ്ടായിരിക്കാം. ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ അണ്ടറിലുള്ള ബോട്ടുകളെല്ലാം നീല. പാട്ടത്തിൽ ഭഗവതി വീണ്ടും വന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെയാണ് കടലിലേക്കുള്ള എൻട്രൻസ്. വീണ്ടും ഒരു വലുത് വരുന്നു, ഒരു ചെറുതും കൂടെ വരുന്നു. ഇഷ്ടംപോലെ കൊക്കുകൾ, പരുന്ത് മീൻ പിടിക്കുന്നു. ഇവിടെ ഈ കായലിലും ഇഷ്ടംപോലെ വരുന്നുണ്ട്. അതുപോലെ ഇഷ്ടംപോലെ മീനുണ്ട്. മീനെ പിടിക്കാനായിട്ടാണ് അവർ വരുന്നത്. 1, 2 ഇഷ്ടംപോലെ പരുന്തുകൾ. ഇതിൻ്റെ പേര് സൈറ്റ്, ചെറിയ ഫിഷിംഗ് ബോട്ട്. മീനുകൾ കൊണ്ടുവന്ന് ഐസുമായി മിക്സ് ചെയ്ത് ലോറിയിൽ കയറി പോവുകയാണ്. ദൂര സ്ഥലങ്ങളിലേക്കാണ്, മെയിനായിട്ട് തമിഴ്നാട്, കർണാടക, ആന്ധ്ര. അവിടെയെല്ലാം മീൻ ഓഫ് സീസൺ ആയതിനാൽ ഇവിടെ നിന്ന് കയറി പോകുന്നു. ചെറിയ പാർട്ടികൾ അയില വിൽക്കുന്നു. ചെറിയ ഒരു കൂട്ടത്തിന് 100 രൂപ, ഏകദേശം 2 കിലോ ഉണ്ട്. ആ 2 ലേഡീസും മീൻ വിൽക്കുന്നു, ഈ അച്ചാനും മീൻ വിൽക്കുന്നു. ഇവിടെ അയില കടന്നു വരുന്നു. ഇപ്പോൾ വന്നത് പച്ചയ്ക്ക് വെച്ച 2 കൊക്കുകൾ വഴക്ക് പിടിക്കുന്നു. ആ ബോട്ടിൽ നിന്ന് ബിസിയായിട്ട് അയില ഇറക്കിക്കൊണ്ടിരിക്കുന്നു. അയിലയാണ് മൊത്തം. ബിസിയായിട്ട് മീൻ തപ്പി പിടിച്ച് കഴിച്ചുകൊണ്ടിരിക്കുന്നു. ഒരു ബോട്ടൂടെ വരുന്നുണ്ട്, നാരായണൻ. അപ്പുറത്ത് ഒരെണ്ണം കൂടെ വരുന്നു. എല്ലാം മീനുമായി പുറംകടലിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇതൊരു കായലാണ്. കായലിന് ആ കോർണറിൽ എൻട്രൻസ് ഉണ്ട് കടലിലേക്ക്. ഇതിൻ്റെ പേര് കണ്ടശ്ശേരിയിൽ ഫിഷിംഗ് ബോട്ട്. വീട്ടുപേരാണ്, വീട്ടുപേര്. ഫിഷിംഗ് ബോട്ടിൻ്റെയൊക്കെ ഏറ്റവും അടിയിലുള്ള ഡാമേജ് ഫിഷൊക്കെയാണ് ഇത്. കമ്പനികൾ വൈറ്റമിൻ ടാബ്ലറ്റ്സ് ഉണ്ടാക്കാൻ കയറിപ്പോകുന്നു. അതിലിറങ്ങി വരുന്നു ഈ ഫിഷിംഗ് ബോട്ടിൽ നിന്നാണ്. പച്ചയ്ക്ക് വെച്ച അയില. So thank you friends, have a nice time, God bless you. This is Kerala Reels from Azhikal Harbour. കായംകുളത്തിനും കൊല്ലത്തിനും ഇടയ്ക്കുള്ള ഹാർബറാണ്.
വലിയ ഫിഷിംഗ് ബോട്ടുകളുടെ ഹാർബറാണ്, വലിയ ഫിഷിംഗ് ബോട്ട്. താങ്ക് യു. ഗോഡ് ബ്ലെസ് യു ഓൾ. ബൈ ബൈ.